കേരളം മയക്കുമരുന്നിന്റെ പറുദീസയാകുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഭയാനകമായ വിധത്തിലാണ് മയക്കുമരുന്നിന്റെ വ്യാപനം നടക്കുന്നത്. ടറഫ് കോർട്ടുകളും കളിസ്ഥലങ്ങളും ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിന് ഏറ്റവും നല്ല മാർഗമാണ്. ആരോഗ്യത്തെക്കുറിച്ചും സ്പോർട്സിനെക്കുറിച്ചും ചിന്തയുള്ള പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ കളിസ്ഥലങ്ങൾ വഴി കഴിയുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേരളത്തിൽ മയക്കുമരുന്ന് ലോബി പിടിമുറുക്കുകയാണ്. അവരുടെ ശൃംഖല ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളെയും കൗമാരക്കാരെയും യുവാക്കളെയുമെല്ലാമാണ് അവർ വലയിലാക്കുന്നത്. മയക്കുമരുന്നിന്റെ പറുദീസയായി കേരളം മാറുകയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഏത് ഗ്രാമത്തിലും 10 മിനിറ്റിനും, ഏത് വിദൂര ഗ്രാമത്തിലും 10 മിനിറ്റിനും 15 മിനിറ്റിനും ഇടയിൽ ഒരു സാധനം ആവശ്യപ്പെട്ടാൽ അപ്പം അവരുടെ കൈ കിട്ടും. അത്ര വലിയ ലഹരി മരുന്ന് ശൃംഖലയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒരു ലഹരി മരുന്ന് ഗ്രൂപ്പിൻ്റെ കയ്യിൽ 500 പേർക്കാണ് അവർ ഈ വർഷം വിതരണം നടത്തുന്നതെങ്കിൽ, ഞാൻ നിയമസഭയിൽ പറഞ്ഞാണ്, അടുത്ത വർഷം ഈ സമയത്ത് 5000 പേരായി ആ ഗ്യാങ് വർദ്ധിക്കുകയാണ്. ഇവര് കുഞ്ഞുങ്ങളെയാണ് പിടിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ, ചെറുപ്പക്കാരെ, കൗമാരപ്രായക്കാരെ, 13, 14, 15 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെയാണ് ഇവർ പിടിക്കുന്നത്. എല്ലാ വീട്ടിലും, നമ്മുടെ എല്ലാ വീട്ടിലും 1, 2 പേരേ ഉള്ളൂ, ഇല്ലേ? ഇത് പോയാലോ ഇത് മരണത്തിലേക്കുള്ള യാത്രയാണ്, തിരിച്ചു വരാൻ പറ്റില്ല. 2022 പ്രതിപക്ഷം നിയമസഭയിൽ ഈ വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ ഗവൺമെന്റിന് പൂർണ്ണമായ പിന്തുണ നൽകി ഇത് അവസാനിപ്പിക്കാൻ. 2 കൊല്ലം കഴിഞ്ഞിട്ടും 3 കൊല്ലം ആയിട്ടും ഒരനക്കവും ഇല്ല എന്ന് മാത്രമല്ല, കേരളം ലഹരി മരുന്നിന്റെ പറുദീസയായി മാറുകയാണ്. മയക്കുമരുന്ന് വ്യാപനത്തെ പ്രതിരോധിക്കാൻ കളിസ്ഥലങ്ങൾക്ക് കഴിയുമെന്ന് വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടി. ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിന് ഏറ്റവും നല്ല മാർഗം ഇതാണ്. ആരോഗ്യത്തെക്കുറിച്ചും സ്പോർട്സിനെ കുറിച്ചും ചിന്തയുള്ള പുതുതലമുറയെ വളർത്തിയെടുക്കാൻ കളിസ്ഥലങ്ങൾക്ക് കഴിയും. ചെറുവട്ടൂരിൽ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ടർഫ് കോർട്ടിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് പ്രതിപക്ഷ നേതാവ് മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെയും പ്രതികരിച്ചത്. ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്താ? കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? ലഹരി മരുന്നിന്റെ വ്യാപനമാണ്. ഈ ലഹരി മരുന്നിന്റെ വ്യാപനം നമ്മുടെ കൗമാരത്തെ, യുവത്വത്തെ കാർന്നു തിന്നുമ്പോൾ അവരെ രക്ഷിക്കാനുള്ള ചില വഴികളുണ്ട്. ആ വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് അവരെ ഈ രംഗത്തേക്ക്, സ്പോർട്സിലേക്കും അതുപോലെയുള്ള ആരോഗ്യ കാര്യങ്ങളിലേക്ക് ബോധവൽക്കരണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ആ ഓപ്പൺ ജിമ്മിൽ പോയി എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നൊരു കുട്ടി, അവിടെ കളിക്കുന്നൊരു കുട്ടി, ഞാൻ വിചാരിക്കുന്നില്ല മയക്കുമരുന്ന് കഴിക്കുമോ? 2 കാര്യങ്ങളാണ് ടർഫിൽ കളിക്കുമ്പോഴും ഓപ്പൺ ജിമ്മിൽ പോകുമ്പോഴും ഉണ്ടാകുന്നത്. ഒന്ന്, സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചുള്ളൊരു ബോധം ഉണ്ടാവും. ആ ആരോഗ്യത്തെക്കുറിച്ച് ബോധ്യമുള്ള ഒരാളും മയക്കുമരുന്നിന്റെ പുറകെ പോവില്ല. GTV ന്യൂസ്, നെല്ലിക്കുഴി.